ഹായ്, ഇന്ന് നമ്മൾ ഒരു പഴയ ഡിസ്പ്ലേ പോയ ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് എങ്ങനെ നല്ലൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എത്ര ചിലവിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. പഴയ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഡിസ്പ്ലേ എല്ലാം പോയ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ ഇപ്പോൾ ഇതുപോലെ എൻ്റെ 500 GB ആണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്. ഈ 500 GB ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കത്തിൽ ഒരു 4500 രൂപ നല്ല ഒരു കമ്പനിയുടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ 5000 രൂപയ്ക്ക് മേലെ വരും. അപ്പം ഇത് നല്ല തോഷിബയുടെ തന്നെ ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഹാർഡ് ഡിസ്കിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഡിസ്പ്ലേ പോയതുകൊണ്ട് എടുത്തിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം അത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുന്നതെന്ന് ഇത് ബാറ്ററി എല്ലാം വീക്കായത് ഇതാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ്. ഒരു പഴയ ലാപ്ടോപ്പാണ്. ഒരു 5 വർഷം 6 വർഷം പഴക്കമുള്ള ഒരു പഴയ ലാപ്ടോപ്പാണ്. തോഷിബയുടെ ഒരു ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം പോയതാണ്, ബാറ്ററി എല്ലാം വീക്കായി. ഞാൻ സൈഡിലിട്ടിരിക്കുന്ന ലാപ്ടോപ്പാണ്. അപ്പം ഇതിനകത്ത് ബാറ്ററി ഒന്നും കാണുന്നില്ല. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു പെൻഡ്രൈവ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുന്നതെന്ന്. കാരണം ഇത് ഇങ്ങനെ പല വീടുകളിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇങ്ങനത്തെ ലാപ്ടോപ്പുകളൊക്കെ പഴയ ലാപ്ടോപ്പുകൾ ഉപേക്ഷിച്ചതും എല്ലാം നമ്മുടെ വീടുകളിൽ മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. ഒരുമാതിരി പഠിക്കുന്ന പിള്ളേരുള്ള വീടുകളിലെല്ലാം ഇങ്ങനത്തെ ലാപ്ടോപ്പുകളുണ്ട്. പഴയത് പുതിയതൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ പഴയതായിട്ട് സൈഡായിട്ട് കിടക്കുന്നത്. പക്ഷേ നമുക്കൊരു എക്സ്റ്റേണൽ ഒരു ഹാർഡ് ഡിസ്കോ ഒരു USB പെൻഡ്രൈവോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ഒരു 4000 രൂപ 4500 രൂപ വരും 500 GB ഒരു ഹാർഡ് ഡിസ്കോ എക്സ്റ്റേണൽ USB ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് കാണുന്ന ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന അത് മറച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ സ്ലോട്ടുണ്ട്. അത് അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കാം. ഈ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി ഈ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 GB ആയിരുന്നു ഇതിൻ്റെ ഇതുണ്ടായിരുന്നത്, ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ പോലും ഇല്ലെങ്കിൽ പോലും സാധാരണ ടെസ്റ്ററോ ഒരു ചെറിയ കത്തി കൊണ്ട് പോലും ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഊരിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സ്ക്രൂ അഴിച്ച് മെല്ലെ അതിൻ്റെ സ്ലൈഡിങ് പൊക്കി കഴിയുമ്പം ആ സ്ലൈഡിനകത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു കവറും ഉണ്ട്. ആ ഹാർഡ് ഡിസ്കിൻ്റെ കവറ് മാറ്റി ഹാർഡ് ഡിസ്ക് ഇങ്ങ് ഊരിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഇതാണ് കവർ അടിച്ച് മാറ്റി. ഇപ്പം ഇതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ചെറിയ കവർ പോലെ ഒന്ന് കാണുന്നുണ്ട്. ആ കവർ മെല്ലെ ഇങ്ങോട്ട് പൊക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം മുമ്പ് വശത്തോട്ട് തള്ളിക്കഴിയുമ്പം അതൊരു ചെറിയ ലോക്കാണ്. അത് ഇങ്ങനെ തള്ളിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാണ് ഹാർഡ് ഡിസ്ക്. 500 GB ഹാർഡ് ഡിസ്ക്കാണ്. അതിങ്ങനെ തള്ളിയെടുത്ത് കഴിയുമ്പം ആ ഹാർഡ് ഡിസ്ക്കും നിങ്ങൾക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതാണ് തോഷിബയുടെ തന്നെ ഒറിജിനൽ നല്ല ഹാർഡ് ഡിസ്ക്കാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്തെ ഫോട്ടോകളോ ഡിസ്പ്ലേ പോയതോ അങ്ങനെയൊക്കെയുള്ള ലാപ്ടോപ്പുകളിലെല്ലാം ഫോട്ടോയോ വീഡിയോകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തിരിച്ചെടുക്കാനും പറ്റും. സാധാരണ ഡിസ്പ്ലേ പോയ ലാപ്ടോപ്പ് ഒക്കെ വീടുകളിലുണ്ടാകും. ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന സാധനം ഒരു ഇത് ഇടാൻ പറ്റുന്ന ഒരു സോക്കറ്റാണ്. SSDയുടെ ഇങ്ങനെ ഹാർഡ് ഡിസ്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സോക്കറ്റ് അത് USB-യിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതൊരു ബോക്സാണ്. ലാബ് കെയർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. നിങ്ങൾക്ക് ഏത് കമ്പനി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇത് കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്, നല്ല കമ്പനിയാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വലിയ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും. ഇതിൻ്റെ 2 കേസാണിത്. ഒരു ഫൈബറിൻ്റെ 2 കേസാണ്. ആ കേസിനുള്ളിലോട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഒരു സ്ലൈഡിങ് സിസ്റ്റമാണ്. ഒരു സ്ലൈഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇത് കുത്താൻ പറ്റുന്ന ഒരു കേബിളും ഉണ്ട്. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കിൻ്റെ പിന്ന് കയറുന്ന നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ സൈഡ് വശത്ത് ഒരു വലിയ പിന്നുമുണ്ട്, ചെറിയ പിന്നുമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഈ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ഈ പിന്ന് അതുപോലെ തന്നെ എങ്ങനെയാണോ ഇതിനകത്തും ആ പിന്നിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ജസ്റ്റ് അതുപോലെ തന്നെ ഒന്ന് അമക്കി കയറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ജസ്റ്റ് പിന്നെ നമ്മൾ മൊബൈലിൻ്റെ പിന്ന് കുത്തുന്ന പോലെ തന്നെ കയറ്റുന്നേ ഉള്ളൂ. ഇത് ഒരുപാട് ടെക്നീഷ്യൻ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഞാൻ വലിയ ടെക്നീഷ്യനൊന്നുമല്ല.
സാധാരണക്കാർക്ക് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇങ്ങനത്തെ പഴയ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഊരിയെടുത്തിട്ട് ഇപ്പം നോക്കുമ്പം ഹാർഡ് ഡിസ്കിൻ്റെ അടിയിലും വന്നു ആ പിന്നുകൾ തമ്മിൽ മാച്ചായി അതിൻ്റെ അകത്തോട്ട് കയറി. നമ്മൾ മൊബൈലിൻ്റെ പിന്നൊക്കെ കുത്തുന്ന പോലെ കറക്റ്റാക്കി നോക്കി ഒന്ന് കുത്തി വെച്ചാൽ മതി. അപ്പം അതിൻ്റെ ഔട്ട് സൈഡ് രണ്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് എടുത്തിട്ട് കവർ ചെയ്യുക. കേസ് എടുത്തിട്ട് അതും ഒരു സ്ലൈഡാണ്. ആ ഒരു സൈഡിൽ നിന്ന് ആ സ്ലൈഡ് ക്ലിയറാക്കി വെച്ച് അതിൻ്റെ അകത്തോട്ട് വെച്ച് നല്ല ട്രാക്കിൽ കൂടെ കറക്റ്റ് ഫിറ്റാകുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് ഫിറ്റാകുന്നുണ്ടോ നോക്കുക. അമക്കൊന്നും ചെയ്യരുത്. ആ ട്രാക്കിൽ കൂടെ തന്നെ കയറ്റുക. ഈ ലാപ്പ് കെയർ എന്ന് പറയുന്നതിൻ്റെ ഇതാണ്. ഇതിന് വലിയ പൈസയൊന്നും വരുന്നില്ല. ഒരു 600, 650, 700 രൂപയ്ക്കുള്ളിലേ വരുള്ളൂ. വേറെ കമ്പനികളിൽ കിട്ടും 500 രൂപയ്ക്കും 600 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കമ്പനിയുടെ തന്നെ സാധനം ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചു തരാൻ, കുഴപ്പമില്ല. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിലും ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഇൻഫർമേഷനോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയുള്ള ഡീറ്റെയിലൊക്കെ തരും. ഇപ്പോൾ നമ്മളെല്ലാം അത് സെറ്റാക്കി ഇപ്പോൾ ഹാർഡ് ഡിസ്കും കാര്യങ്ങളും ഒക്കെ ആക്കി. പിന്നെ ഈ ലാപ്പ് കെയറിൻ്റെ ഒരു പ്രത്യേകത, ലാപ്പ് കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചും കൂടെ അവർ അതിൻ്റെ കൂടെ തരുന്നുണ്ട്. പൗച്ചും അതിൻ്റെ 2 കേബിളും കൂടെ. അതിൻ്റെ കേബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു USB-യിൽ കുത്താനുള്ള ഒരു കേബിളും ഒരു ചെറിയ കേബിളും, കേബിളിൻ്റെ 2 ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ കുത്തുക. തിരിച്ചും മറിച്ചും ഒന്നും കുത്തരുത്. ഏതാണ് വലിയ കേബിള് ഏതാണോ ചെറിയ കേബിളെന്ന് നോക്കിയിട്ട് ആ കേബിളിൻ്റെ സൈസിനനുസരിച്ച് കറക്റ്റ് കുത്തിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലോട്ടോ ലാപ്ടോപ്പിലോട്ടോ കുത്തിയിട്ട് ഈ 500 GB, ഇപ്പം 500 GB ഒരു ഹാർഡ് ഡിസ്കോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കോ USB-യോ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നായാലും ഒരു 5000 രൂപ എന്നായാലും ചിലവ് വരും. അപ്പോൾ ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തോഷിബയുടെയാണ്. ഇവർ തരുന്ന ഈ ലാപ്പ് കെയർ എന്ന് പറയുന്ന കമ്പനി തരുന്ന ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൗച്ചും കൂടെ തരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ശരിക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് പോലെ തന്നെയുണ്ട്. നമ്മളൊരു 5000 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ അതേപോലെ തന്നെ അത് ആ പൗച്ചിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ അടിവശത്തോട്ട് ആ കേബിളും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. എന്തായാലും നിങ്ങൾ സിമ്പിളായിട്ട് നമ്മളൊരു 500 GB പെൻഡ്രൈവ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കാണ് റെഡിയാക്കിയേക്കുന്നത്. ഇത് ഇപ്പോൾ ആകെ എനിക്ക് ചിലവ് വന്നിരിക്കുന്നത് ഒരു 650 രൂപ 700 രൂപയ്ക്ക് ഉള്ളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഓൺലൈനിൽ വരെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ലോക്കൽ കമ്പനികൾ വരെ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 5000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ആ 5000 രൂപ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ലാപ്ടോപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ് വയനാടൻ കിച്ചൻ.